എന്താണ് N.K. പ്രേമചന്ദ്രൻ ചോദിച്ച ചോദ്യം? എന്താണ് നിർമ്മല സീതാരാമൻ പറഞ്ഞ മറുപടി? ഇത് രണ്ടും എങ്ങനെയാണ് ഒരു കൂട്ടുകൃഷി ആകുന്നത്? മുതിർന്ന മാധ്യമപ്രവർത്തകൻ KJ ജേക്കബിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, നമുക്കതൊന്ന് നോക്കാം. അത് വായിച്ചാൽ കൃത്യമായും ഈ കളിയുടെ പിന്നാമ്പുറ രഹസ്യങ്ങൾ പുറത്തു വരും. നമുക്ക് നോക്കാം എന്താണ് KJ ജേക്കബ് പറയുന്നത് എന്ന്. N.K. പ്രേമചന്ദ്രൻ അദ്ദേഹം പാർലമെന്റിൽ ചോദിക്കുന്ന ചോദ്യമാണ്, സർ, സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് അതിപ്രധാനമായ ഒരു കാര്യമാണ് ഞാൻ ഉന്നയിക്കുന്നത് എന്ന് വെച്ചാൽ N.K. പ്രേമചന്ദ്രൻ പാർലമെന്റിൽ ചോദിച്ച ചോദ്യം ഇംഗ്ലീഷിലാണ്, അതിൻ്റെ മലയാള വിവർത്തനമാണ് KJ ജേക്കബ് എന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അതാണ് വായിക്കുന്നത്. N.K. പ്രേമചന്ദ്രൻ, സർ, സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് അതിപ്രധാനമായ ഒരു കാര്യമാണ് ഞാൻ ഉന്നയിക്കുന്നത്. മാഡം, ഒരു കാര്യത്തിൽ ചിത്രത്തിന് കൃത്യത വരുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. GST നഷ്ടപരിഹാരം, റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്നിവ കൃത്യമായി വിതരണം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒരുവിധം എല്ലാ സംസ്ഥാനങ്ങളും, പ്രത്യേകിച്ച് എൻ്റെ സംസ്ഥാനമായ കേരളവും കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് എൻ്റെ സംസ്ഥാനത്ത് പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 2 രൂപ വെച്ച് സെസ് പിരിക്കാൻ നിർബന്ധിതമായത് എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. സംശയത്തിൻ്റെ ഈ പുകമറ നീക്കാനുള്ള ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ഇതാണ് എന്ന് ഞാൻ കരുതുന്നു. ഇൻ്റഗ്രേറ്റഡ് GST പൂളിൽ നിന്ന് സംസ്ഥാനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരം IGST വിഹിതം കേന്ദ്രം വിതരണം ചെയ്യുകയാണ് പതിവ്. IGST ഇനത്തിൽ വർഷം തോറും കേരളത്തിന് കിട്ടാനുള്ള 5000 കോടി രൂപ കുടിശ്ശിക ആയിട്ടുണ്ട് എന്ന് കേരളത്തിലെ എക്സ്പെൻഡിച്ചർ കമ്മിറ്റി വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വാർത്തയുമുണ്ട്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയിൽ നിന്ന് എനിക്കറിയാനുള്ള കാര്യങ്ങൾ ഇവയാണ്. കേരളം കഴിഞ്ഞ 5 വർഷമായി IGST ഇനത്തിൽ എത്ര കോടി രൂപ ക്ലെയിം ചെയ്തിട്ടുണ്ട്? എത്ര കോടി രൂപ കേന്ദ്രം വിതരണം ചെയ്തിട്ടുണ്ട്? റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഇനത്തിൽ കഴിഞ്ഞ 5 വർഷം കേരളത്തിന് എത്ര കോടി രൂപ നൽകിയിട്ടുണ്ട്? ഇവയാണ് എൻ്റെ കൃത്യമായ ചോദ്യങ്ങൾ. താങ്ക് യു സാർ എന്ന് പറഞ്ഞ് N.K. പ്രേമചന്ദ്രൻ പ്രസംഗം അല്ലെങ്കിൽ ചോദ്യം അവസാനിപ്പിക്കുകയാണ്. അതിനുശേഷം കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ നൽകുന്ന മറുപടി, ആ മറുപടിയുടെ മലയാള വിവർത്തനം KJ ജേക്കബ് എഴുതിയത് ഇങ്ങനെയാണ്. നിർമ്മല സീതാരാമൻ, സർ, ഇത് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഞങ്ങൾക്ക് സമയത്തിന് പണം കിട്ടുന്നില്ല എന്ന് സംസ്ഥാനം പറഞ്ഞു നടക്കുന്നത്? GST അവതരിപ്പിച്ചതിന് ശേഷമുള്ള രേഖകൾ പരിശോധിച്ചതിനു ശേഷം എനിക്ക് പറയാനുള്ളത് ഇതാണ്. GST നഷ്ടപരിഹാരത്തിനായുള്ള അക്കൗണ്ടന്റ് ജനറൽ സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ 2017, 18, 18, 19, 19, 20, 20, 21, 21, 22 വർഷങ്ങളിൽ സഭയുടെ വിലയേറിയ സമയം എടുത്തു എന്നിങ്ങനെ ഓരോ വർഷവും എടുത്തു പറയുന്നതിൽ ഖേദമുണ്ട്. GST നഷ്ടപരിഹാരം നൽകുന്നതിന് ആവശ്യമായ AG സാക്ഷ്യപ്പെടുത്തിയ സ്റ്റേറ്റ്മെന്റുകൾ ഒരൊറ്റ വർഷം എങ്കിലും കേരളം തന്നിട്ടുണ്ടോ? എന്നിട്ടാണ് സമയത്തിന് നഷ്ടപരിഹാരം നൽകിയിട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുന്നത്. ഒരൊറ്റ വർഷമെങ്കിലും രേഖകൾ തന്നിട്ടുണ്ടോ എന്ന ചോദ്യമാണ് നിർമ്മല സീതാരാമൻ ചോദിക്കുന്നത്. അവിടെയും നിർത്തുന്നില്ല. എനിക്ക് പ്രേമചന്ദ്രൻ ജിയോട്, അദ്ദേഹം വളരെ മുതിർന്ന അംഗമാണ്, അദ്ദേഹത്തോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്, അങ്ങ് ദയവ് ചെയ്ത് ഈ സ്റ്റേറ്റ്മെന്റുകൾ എല്ലാം ഒരുമിച്ചാണെങ്കിലും അയച്ചു തരണമെന്ന് സംസ്ഥാന സർക്കാരിനോട് അഭ്യർത്ഥിക്കണം. ഞാൻ അങ്ങേക്ക് ഉറപ്പു തരുന്നു, ആ സ്റ്റേറ്റ്മെന്റുകൾ കിട്ടിയാൽ ഒരു ന്യായമായ സമയത്തിനുള്ളിൽ നഷ്ടപരിഹാര കുടിശ്ശിക കൊടുത്തു തീർക്കും. ഒരൊറ്റ വർഷം നിങ്ങൾ സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ടോ? ഒരൊറ്റ വർഷം എന്നിട്ടാണ് കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നത്. ഇനി റവന്യൂ ഡെഫിസിറ്റ് കോമ്പൻസേഷന്റെ വക കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് സാധാരണ ഒരു ഗഡുവാണ് കൊടുക്കാറുള്ളത്. ഈ മാസവും 2 ഗഡുക്കൾ കൊടുത്തിട്ടുണ്ട്. കേരളത്തിനും അതിൻ്റെ ഗുണം ലഭിക്കും എന്നാണ് നിർമ്മല സീതാരാമൻ കൊടുക്കുന്ന മറുപടി. അതിനുശേഷം KJ ജേക്കബ് അദ്ദേഹത്തിൻ്റെ നിഗമനം പറയുകയാണ്. എന്തൊക്കെയാണ് ശ്രീമാൻ പ്രേമചന്ദ്രൻ ജിയും ശ്രീമതി നിർമ്മലാജിയും കൂടി ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ? 1. GST നഷ്ടപരിഹാരം. GST നടപ്പാക്കുമ്പോൾ ഉത്പാദക സംസ്ഥാനങ്ങൾക്ക് നികുതി വരുമാന നഷ്ടമുണ്ടാകും എന്നായിരുന്നു ധാരണ. മാത്രമല്ല, പുതിയ നികുതി സംവിധാനം വരുമാനത്തിൽ ചോർച്ചയുണ്ടാക്കും എന്ന് എല്ലാ സംസ്ഥാനങ്ങളും സംശയിച്ചു. ആ ആശങ്ക ഒഴിവാക്കാൻ അവതരിപ്പിച്ച സംവിധാനമാണ് GST നഷ്ടപരിഹാരം. അതനുസരിച്ച് 2014-15 അടിസ്ഥാന വർഷമായി കണക്കാക്കി നികുതി വരുമാനത്തിൽ ഓരോ വർഷവും 14% വെച്ച് വർധനവ് ഉണ്ടായില്ലെങ്കിൽ അങ്ങനെ വരുന്ന വരുമാന നഷ്ടം കേന്ദ്രം നികത്തി കൊടുക്കും. 5 വർഷത്തേക്കാണ് ഈ സംവിധാനം. 2022 നഷ്ടപരിഹാരം നൽകേണ്ട കേന്ദ്രത്തിന്റെ ചുമതല അവസാനിച്ചു. കേരളത്തിന് ആകെ കിട്ടാനുള്ളത് 42,639 കോടി രൂപയാണെന്നും
ഈ ഇനത്തിൽ 41,779 കോടി രൂപ ലഭിച്ചു എന്നും ഇനി ആകെ 776 കോടി രൂപ മാത്രമേ കിട്ടാനുള്ളൂ എന്നും ധനകാര്യമന്ത്രി ബാലഗോപാൽ പറയുന്നു. എന്ന് വെച്ചാൽ GST നഷ്ടപരിഹാരം കിട്ടിയില്ല എന്നൊരു കേസ് ബാലഗോപാലിനില്ല. അടുത്തത് IGST. നമ്മൾ കൊടുക്കുന്ന GSTയിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് സ്റ്റേറ്റ് GST, 2 IGST. ഇത് രണ്ടിലും നികുതി കേന്ദ്രത്തിനാണ്. സ്റ്റേറ്റ് GSTയിൽ പകുതി കേന്ദ്രമെടുത്തിട്ട് ബാക്കി പകുതി സംസ്ഥാനത്തിന് തരും. ഒന്നിലധികം സംസ്ഥാനങ്ങൾക്ക് വീതം വയ്ക്കേണ്ടി വരുന്ന GST ആണ് IGST. അതിൽ പകുതി കേന്ദ്രം പിരിക്കുകയും രണ്ടാമത്തെ പകുതി അത് കിട്ടേണ്ട സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം വീതിച്ചു നൽകുകയും ചെയ്യും. ഈ ഇനത്തിൽ, അതായത് കേന്ദ്രം പിരിച്ച് സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട ഇനത്തിൽ വർഷം തോറും 5000 കോടി രൂപ കുടിശ്ശികയുണ്ട് എന്നാണ് കേരളത്തിലെ എക്സ്പെൻഡിച്ചർ കമ്മിറ്റി കണ്ടെത്തി എന്ന റിപ്പോർട്ടുണ്ടെന്നാണ് ശ്രീ പ്രേമചന്ദ്രൻ പറഞ്ഞത്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ്. ധനകാര്യ കമ്മീഷന്റെ കണക്ക് പ്രകാരമുള്ള നികുതി വിഹിതം കൊടുത്തു കഴിഞ്ഞാലും റവന്യൂ കമ്മിയുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഒരു ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ ഗ്രാൻഡായി പണം നൽകും. ഇതാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്ന് പറയുന്നത്. അതിനുശേഷം വീണ്ടും കേജക്ക് പറയുകയാണ്. മുതിർന്ന പാർലമെന്റ് അംഗമായ ശ്രീ പ്രേമചന്ദ്രൻ കൃത്യമായി 3 ചോദ്യങ്ങളാണ് നിർമ്മലാജിയോട് ചോദിച്ചത്. എനിക്ക് ശ്രീ പ്രേമചന്ദ്രനോടുള്ള കൃത്യമായ 3 ചോദ്യങ്ങൾ ഇവയാണ്. ഒന്ന്, GST നഷ്ടപരിഹാരം കിട്ടുന്നില്ല എന്ന് കേരള ധനമന്ത്രിക്ക് ഇല്ലാത്ത പരാതി അങ്ങേക്ക് എങ്ങനെ വന്നു? GST നഷ്ടപരിഹാരം കിട്ടാത്തത് കൊണ്ടാണ് പെട്രോളിനും ഡീസലിനും സെസ് ഏർപ്പെടുത്തിയത് എന്ന് കേരളം പറഞ്ഞോ? 3, കേരളത്തിന് പരാതിയുള്ള IGSTയെക്കുറിച്ച് അങ്ങ് ചോദിച്ചിട്ട് കേരളത്തിന് പരാതിയില്ലാത്ത GST നഷ്ടപരിഹാരത്തെക്കുറിച്ച് നിർമ്മലാജി പറഞ്ഞത് അങ്ങ് വളരെ സംതൃപ്തിയോടെ കേട്ടിരിക്കുന്നത് കണ്ടു. പിന്നെ അത് മുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു, പത്രസമ്മേളനവും നടത്തി. ഒക്കെ നല്ല കാര്യം. പക്ഷേ ഇവയാണ് എൻ്റെ കൃത്യമായ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ് അങ്ങ് ചോദിച്ച 3 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരം കിട്ടിയോ? ഒരെണ്ണത്തിനെങ്കിലും. എന്തിനായിരുന്നു സാർ ഈ നാടകം എന്നാണ് KJ ജേക്കബ് ചോദിക്കുന്നത്. ഈ ചോദ്യം തന്നെയാണ് ഇന്ന് കേരളം ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് സാർ ഈ നാടകം? ഈ നാടകം കളിക്കുന്നത് എന്തിനാണ്? BJPയെ പൂവിട്ട് പൂജിക്കാൻ, കേന്ദ്ര സർക്കാരിനെ വാനോളം പുകഴ്ത്താൻ, അതല്ല സംസ്ഥാന സർക്കാരിനെ താഴടിച്ച് കാണിക്കാൻ. എന്തിനാണ് സാർ ഈ നാടകം എന്ന ചോദ്യം കേരളം NK പ്രേമചന്ദ്രനോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. NK പ്രേമചന്ദ്രനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം എവിടെ നിന്നാണ് രാഷ്ട്രീയം തുടങ്ങിയത്, അദ്ദേഹം എവിടെയാണ് ചെന്ന് എത്തി നിൽക്കുന്നത് എന്നൊക്കെ അറിയാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പണ്ട് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് നടത്തിയ ഒരു പരാമർശം, അത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ക്യാമ്പയിൻ അല്ലെങ്കിൽ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. CPIMന്റെ സൈബർ വിങ് അത് വീണ്ടും എടുത്ത് കാണിക്കുന്നുണ്ട്. ഇദ്ദേഹം പിണറായി വിജയൻ പറഞ്ഞത് ആള് തന്നെയാണ് എന്ന രൂപത്തിലൊക്കെ സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊന്നും യോജിക്കാൻ കഴിയില്ല. അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ഇവിടെ കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ NK പ്രേമചന്ദ്രനും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും അതോടൊപ്പം BJPയും ചേർന്ന് RSSും ചേർന്ന് ഒരു കൂട്ടുകൃഷി നടത്തിയിട്ടില്ലേ എന്ന സംശയം ഉറപ്പായും ഉയർന്നു വരുന്നു. കേരളത്തിന് പരാതിയില്ലാത്ത ഒരു വിഷയം, ആ വിഷയം പരാതിയുണ്ട് എന്ന പേരിൽ പാർലമെന്റിൽ ഉന്നയിക്കുന്നത് എന്തിനാണ്? അദ്ദേഹം ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും, എന്ന് വെച്ചാൽ NK പ്രേമചന്ദ്രൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒന്നും കൃത്യമായി മറുപടി പറയാതെ GST നഷ്ടപരിഹാരത്തെക്കുറിച്ച് മാത്രം മറുപടി പറഞ്ഞത് എന്തിനാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് KM ബാലഗോപാൽ പറഞ്ഞത്, ഇത് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള NK പ്രേമചന്ദ്രന്റെയും UDFന്റെയും കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും ശ്രമമാണ് എന്ന് കൃത്യമായും പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. ഈ ഗിമ്മിക്കുകൾ കൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങളുടെ കണ്ണ് മൂടിക്കെട്ടാൻ കഴിയില്ല എന്ന് UDF നേതാക്കൾ, വിശേഷിച്ച് NK പ്രേമചന്ദ്രനെ പോലെയുള്ള ആളുകൾ മനസ്സിലാക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ.